തെലുങ്കു നടി തമന്ന ഭാട്ടിയ മൈസൂർ സാൻഡൽ സോപ്പിന്റെ ബ്രാൻഡ് അംബാസിഡറായി എത്തിയതോടെ കമ്പനി വൻ ലാഭത്തിലായെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. സോപ്പ് ഉൽപാദകരായ കർണാടക സോപ്സ് ആൻഡ് ഡിറ്റർജന്റ്സ് ലിമിറ്റഡിൽ നടി എത്തിയതിനു പിന്നാലെ 108 വർഷത്തെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വ്യാപാരമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് എന്നാണ് വിവരം. 186 കോടി രൂപയാണ് മെയ് മാസത്തിലെ കമ്പനിയുടെ വിറ്റുവരവെന്ന് KSDL പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. 151.5 കോടി രൂപയാണ് കമ്പനി ഈ മാസത്തിൽ ലക്ഷ്യമിട്ടത്. എന്നാൽ 35 കോടി രൂപയുടെ അധിക ബിസിനസ് കമ്പനിക്ക് നേടാനായി. മൈസൂർ സാൻഡൽ സോപ്പ്, ഷവർ ജെൽസ്, ചന്ദനത്തിരികൾ ഉൾപ്പെടെ 45 ഉൽപ്പന്നങ്ങൾ KSDL-നുണ്ട്. ഈ ഉൽപ്പന്നങ്ങൾക്ക് കർണാടകത്തിന് പുറത്തും വിപണി സാധ്യത തുറക്കാൻ ലക്ഷ്യമിട്ടാണ് 6.2 കോടി രൂപ പ്രതിഫലം നൽകി നടി തമന്നയെ ബ്രാൻഡ് അംബാസിഡറായി എത്തിച്ചത്. മെയ് 22-നായിരുന്നു നിയമനം. എന്നാൽ കന്നഡ അനുകൂല സംഘടനകൾ ഇതിനെ ചോദ്യം ചെയ്ത് രംഗത്തെത്തിയതോടെ സംഭവം വിവാദമായിരുന്നു. കന്നഡ നടികളെ തഴഞ്ഞാണ് തെലുങ്കു നടിക്ക് അവസരം നൽകിയതെന്ന് പറഞ്ഞായിരുന്നു പ്രതിഷേധങ്ങൾ ഉയർന്നത്. പക്ഷേ തീരുമാനം മാറ്റാൻ സർക്കാർ തയ്യാറായില്ല. 2 വർഷത്തേക്കാണ് കരാർ ഒപ്പുവെച്ചിരിക്കുന്നത്. 2028ഓടെ വാർഷിക വരുമാനം 5000 കോടി രൂപയിൽ എത്തിക്കുകയാണ് KSDL-ന്റെ ലക്ഷ്യം. ഇന്ത്യൻ ക്രിക്കറ്റ് ടീം മുൻ ക്യാപ്റ്റനും ചെന്നൈ സൂപ്പർ കിങ്സ് താരവുമായ MS ധോണിയായിരുന്നു നേരത്തെ മൈസൂർ സാൻഡലിന്റെ അംബാസിഡറായിരുന്നത്. 2006-ൽ അംബാസിഡറായി എത്തിയ ധോണിക്ക് എന്നാൽ സോപ്പിന്റെ പ്രൊമോഷന് കൂടുതൽ സമയം ചെലവഴിക്കാൻ സാധിച്ചില്ല. അതിനാൽ 1 വർഷത്തിന് ശേഷം കരാർ റദ്ദാക്കുകയായിരുന്നു. ദീപിക പദുക്കോൺ, രശ്മിക മന്ദാന, പൂജ ഹെഗ്ഡെ, കിയാര അദ്വാനി എന്നീ നടിമാരെയും ബ്രാൻഡ് അംബാസിഡർ സ്ഥാനത്തേക്ക് പരിഗണിച്ചിരുന്നുവെങ്കിലും തമന്നയെയാണ് തിരഞ്ഞെടുത്തത്. 1916-ലാണ് മൈസൂർ സാൻഡൽ നിർമ്മാണം തുടങ്ങിയത്. സ്വകാര്യ ഉടമസ്ഥതയിലുള്ള സോപ്പ് കമ്പനി പിന്നീട് കർണാടക സർക്കാർ ഏറ്റെടുക്കുകയായിരുന്നു. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.